ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അല്ല. അല്ല. കാരണം എന്തുകൊണ്ട്? ചുമ്മാ അല്ല, എങ്ങനെയുണ്ട്? കാരണം അഴിമതി. അഴിമതി. റോഡുകളൊക്കെ നന്നായിട്ട് മാറണ്ടേ, എല്ലാം ഓക്കെ ആണല്ലോ. അത് മൊത്തം കുണ്ടും കുരിയൊക്കെ അല്ലേ, അപ്പൊ അതൊന്ന് ഇപ്പോഴത്തെ തൃപ്തിയുള്ള ആരെങ്കിലും ഉണ്ടാ? ഇല്ല. എന്തുകൊണ്ടാ അല്ലാത്ത? തൃപ്തിയല്ല. കാരണം എന്തുകൊണ്ടാ? ഇപ്പോഴത്തെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തിയാണോ? എത്ര പേര് തൃപ്തിയായിട്ടുണ്ട്, എത്ര പേരല്ലാതുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ട മാറ്റങ്ങൾ? ഇതെല്ലാം നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ. ഭരണത്തിൽ തൃപ്തിയാണോ? എന്നോട് തമിഴിലാണ് ചോദിച്ചോണ്ട് ആണോ? ഓക്കെ. എന്നോട് തമിഴിലോട് എന്നോട് ഒറ്റയിലടി ആണോ? ഓക്കെ. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അല്ല. അല്ല. കാരണം എന്തുകൊണ്ടാ? കാരണം അഴിമതി. അഴിമതി. എന്താ അങ്ങനെ തോന്നിയത്? എവിടെ ചെന്നൊരു അഴിമതിയാണ്. എവിടെ ചെന്നാലും അഴിമതിയാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുണ്ടോ? UDF അധികാരത്തിൽ വരണം. UDF അധികാരത്തിൽ വരണം. UDF അധികാരത്തിൽ വരണം. ഓക്കെ. എന്താ പേര്? മൊയ്തീൻ കുഞ്ഞ്. ഓക്കെ. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? ഒട്ടും തൃപ്തിയല്ല. എന്തുകൊണ്ടാ? അത് ഇപ്പോഴത്തെ ഭരണം അതുപോലെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ്. ഓക്കെ. മോളോട് ചോദിക്കണ്ട. ഓക്കെ. എന്താ പേര്? സബിത. ഓക്കെ. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? ഭരണത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്താ പേര്? അനൂപ്. ഓക്കെ. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? തൃപ്തി ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. ഇല്ല. അതായത് ഇപ്പം പിണറായി വിജയൻ സഖാവിന്റെ ഭരണം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അഭിപ്രായം വെച്ചാൽ ഭയങ്കര മോശമാണ് അഭിപ്രായം. മോശമാണ്. ബ്രോയ്ക്കോ? നല്ലതാണ്, കുഴപ്പമില്ല. ഇവരുടെ അഭിപ്രായം ഞാൻ അതേപോലെ കുറിച്ച് വലിയ അറിയില്ലല്ലോ. അപ്പൊ എന്ത് പറയാനാ? എന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? വികസനങ്ങൾ മെയിനായിട്ട് റോഡിന്റെ മാത്രമേ ഉള്ളൂ. തോന്നിട്ടുള്ളൂ. ബ്രോയ്ക്ക്? നമുക്ക് എന്ത് വികസനം? അതെ, റോഡിന്റെ ആണ്. ഓക്കെ. താങ്ക് യു. എന്താ പേര്? അക്ഷയ്. അർജുൻ. ശ്രീജിത്ത്. ഓക്കെ ബ്രോ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അങ്ങനെ ചോദിച്ചാ എന്താ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഭരണം? എങ്ങനെയുണ്ട് ഭരണം? എന്തിന്റെ ബേസിസിൽ നിങ്ങൾ ചോദിക്കുന്നത്? അതായത് പിണറായി വിജയൻ സഖാവാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി. പുള്ളി വന്നതിന് ശേഷം വികസനങ്ങളായിരുന്നാലും അങ്ങനെ റോഡുകളൊക്കെ നന്നായിട്ട് മാറണ്ടേ, എല്ലാം ഓക്കെ ആണല്ലോ. റോഡുകൾ ഓക്കെ ആക്കണം. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഏയ്, ഞാൻ അധികം ഫോളോ ചെയ്യാത്തോണ്ടേ. ഓക്കെ. എന്താ പേര്? ഹസിൻ. ഓക്കെ ബ്രോ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? കുഴപ്പമില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വികസനങ്ങൾ വേണം. കാരണം ഇപ്പൊ എന്തെങ്കിലും മാറ്റേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറയും. മാറ്റേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. എന്താ പേര്? ഓക്കെ. താങ്ക് യു. കുഴപ്പമില്ല. ഓക്കെ ആണ്. എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുണ്ടോ? വികസനങ്ങള് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ. എന്താ പേര്? ജോപ്പോൾ. ഓക്കെ ബ്രോ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അല്ല. അല്ല. കാരണം എന്തുകൊണ്ട്? കൊറേ ഉണ്ടല്ലോ. എന്തൊട്ട് റോഡ്, കൊറേ വേച്ച റോഡും ആൾക്കാരും ഒരു രസമില്ല. ഒരു സുഖമില്ല. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂരല്ല, ചുളങ്ങമേലാണോ? എന്താ പേര്? ആൽബിൻ. ഓക്കെ. അടുത്ത ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? തൃപ്തിയാണോ ചോദിച്ചാൽ വലിയ തൃപ്തിയൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാ? കാരണം അവൻ പറഞ്ഞ പോലെ തന്നെ റോഡും ഇതൊക്കെ ശോകമാണ്. വണ്ടി ഓടിച്ച് പോകാൻ തന്നെ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വീഴുകയും ചെയ്യും, വീഴുകയും ചെയ്യും. ഓക്കെ. എന്താ അവരുടെ പേര്? എന്റെ പേര് ആൽജോ. ഓക്കെ ബ്രോ, താങ്ക് യു. ചേട്ടാ, ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? ഇപ്പോഴത്തെ തൃപ്തിയുള്ള ആരെങ്കിലും ഉണ്ടാ? ഇല്ല. എന്തുകൊണ്ടാ അല്ലാത്ത? അതെല്ലാം അങ്ങനെയുള്ള ആയതുകൊണ്ട്. ഓക്കെ. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അല്ല. 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 കാരണം എന്തുകൊണ്ട്? കാരണം നമ്മുടെ റോഡ് തന്നെ നോക്കിയാ മനസ്സിലാവും. ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ്. ടാക്സ് ഭയങ്കര കൂടുതലാണ്. വേറെ ഇല്ല. വേറെ ഒന്നുമില്ല. ആ റോഡൊന്നും ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പോവാൻ ഭയങ്കര സുഖമാണ്. ഓക്കെ. എന്താ പേര്? അയാൻ. ഓക്കെ ബ്രോ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? ഇല്ല. ഇല്ല. കാരണം എന്തുകൊണ്ടാ? കാരണം ദുർഭരണം. ഭരണം. എല്ലാവർക്കും ചേച്ചി തൃപ്തിയല്ല? എന്തെങ്കിലും ഒരു കാരണം ഇങ്ങനെ പറയാം. കാരണം ഇപ്പോഴത്തെ എല്ലാ കാരണങ്ങളാണ്. പീഡനം ഇതൊക്കെ തന്നെ. എന്തോരം പീഡനം, റോഡ് അപകടം, എവിടെയൊക്കെ എല്ലായിടത്തും കുഴിയാണ്. ഓക്കെ. എന്താ പേര്? സുജി. രേഖ. ജെസ്സി. താങ്ക് യു. കേരളാവിലെ ചീഫ് മിനിസ്റ്റർ இல்லையா? மந்திரி சரி. எப்படி இருக்கே? இந்த ஊரை பார்க்க சொல்றீங்களா? இந்த ஊரே பார்க்க நல்லாதான் இருக்கு. நல்லதா இருக்கு. இந்த ஊரை பார்த்தா என்ன பார்க்க நல்லா பார்க்கறதுக்கு என்ன தெரியுமா, இங்கே தங்கிற மாதிரி இருக்கு. அப்படியா? ஊர் நல்லா பிடிக்கும். நல்லா பிடிக்குமா? இந்த ஊர்ல
ஒரு வேலை கிடைக்கிற மாதிரி இருக்குங்க. ஆ ஓகே. என்ன பேர் என்ன உங்க? என் பேர் VIC மாதவி. ஓகே, தேங்க்யூ. எனக்கு மகனுக்கு ஆ தலைமை 6 வயசுல இருக்குது. என் பிள்ளை தலைமை சரி காக்கநாடு அந்த அந்த வழியாக வந்து என் பிள்ளை படிக்குது. படிக்கிறேன். ஓகே, தேங்க்யூ. எஸ்கோயிலேருந்து சின்ன பிள்ளை வளர்க்குறேன். நன்றி. அங்கே தங்கிட்டு அப்பப்போ போவேன். அப்படியா? எப்போ ஒன்றா போயிட்டு வருவேன். ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? ചുമ്മാ അല്ല, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? ഭരണം എന്ന് പറഞ്ഞാ തൃപ്തിയല്ല. തൃപ്തിയല്ല. കാരണം എന്തുകൊണ്ടാ? കാരണം വികസനമൊന്നുമില്ല. വികസനമൊന്നുമില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഭരണത്തിൽ വല്ല പറ്റിയ അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഇനി കൊണ്ടുവരേണ്ട കാര്യങ്ങളോ? റോഡൊക്കെ ഒന്ന് പുരോഗമിപ്പിക്കണം. ആ ഇപ്പം ഭരണ സമയത്തൊക്കെ നന്നാവുന്നാണ് ഒരു ഇത് പ്രതീക്ഷ. പ്രതീക്ഷയുടെ നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ. എന്താ പേര്? മാത്യൂസ്. ഓക്കെ ബ്രോ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അതിനെ പറ്റി ഞാനെന്ത് പറയാനോ? എന്താണെന്ന് പറയാം. വലിയ കുഴപ്പമില്ല. ഓക്കെ. എന്തെങ്കിലും കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡോ അങ്ങനെ എന്തെങ്കിലും പുരോഗമിപ്പിക്കണോ? മൊത്തം കുണ്ടും കുരിയൊക്കെ അല്ലേ, അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കണം. ഓക്കെ. എന്താ പേര്? ആദിത്യ. താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ? അല്ല, എന്നാലും ഇതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? നല്ലതാണ്. അമ്മയ്ക്ക് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തിയാണോ എന്നുള്ള ചോദ്യത്തിന് പല ആളുകളും പല ഉത്തരവാണ് പറഞ്ഞത്. പല ആൻസർ നമ്മൾ കേട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ഇടുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.